കുറച്ച് പിള്ളേർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ നമുക്ക് അവർ ഓപ്പൺ ആയിട്ട് അവരുടെ അഭിപ്രായം എന്താണ് നമുക്ക് ചോദിച്ചു നോക്കാം ജോലിനെ കുറിച്ച്. ഓക്കെ, ഹായ്, പേരെന്താണ്? വിനീഷ്. വിനീഷ് അല്ലേ? പേരെന്തായിരുന്നു? ആദിത്യ. ആദിത്യ. നിങ്ങളെല്ലാം പഠിക്കുവാണോ? എവിടെയാ പഠിക്കുന്നത്? കോച്ചിങ് സെന്ററിലാണ് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ജോലിയുടെ സാധ്യത എങ്ങനെയുണ്ട്? കേരളത്തിൽ ഇപ്പം പൊതുവെ ജോലി സാധ്യത കുറവാണ്. ഇപ്പം PSC നോക്കിയാൽ തന്നെ ലിസ്റ്റിൽ വന്നാൽ തന്നെ ചിലപ്പം കിട്ടണമെന്നില്ല. ഇപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയി സമരമൊക്കെ ചെയ്ത് അറിയാല്ല, ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ ഒരു കുറവാണ്. അപ്പോൾ ഇത് നമ്മുടെ എഡ്യൂക്കേഷന്റെ കുഴപ്പമാണോ, അതായത് ഫുള്ള് തിയറി കാര്യങ്ങൾ അതിന്റെ കുഴപ്പമാണോ, അതോ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ ഈ ഒരു ജോലി കിട്ടാത്തതിന്റെ കാരണം? അത് തിയറി അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. പക്ഷേ എന്ത് പറയേ, ഈ ഒരു കേരളത്തിന്റെ പൊതുവായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ. അല്ലാതെ തിയറി ബാക്കി സബ്ജക്റ്റിന്റെ പ്രശ്നം അങ്ങനെയൊന്നുമല്ല. അപ്പം ഇപ്പം പേരെന്തായിരുന്നു? അർജുൻ. അർജുന്റെ അഭിപ്രായത്തില് അർജുന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോബ് ചെയ്യാനാണ് താല്പര്യം, പുറത്തോട്ട് ജോബ് ചെയ്യാനാണ് താല്പര്യം? ഇന്ത്യയിൽ ചെയ്യാനാണ് താല്പര്യം. എന്തുകൊണ്ടാണ് ഇന്ത്യ, എന്ത് ജോബാ താല്പര്യം? ഫോഴ്സ് പരമായിട്ടുള്ള. ഏതാ? ഫോഴ്സ് പരമായിട്ട്. ഓക്കെ, അതായത് രാജ്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ആ ഒരു ഫോഴ്സ് പരമായിട്ട് പോകാനാണ് താല്പര്യം അല്ലേ? ഓക്കെ. അപ്പൊ അർജുന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേര് ജോബിന് വേണ്ടി അലയുന്ന ആ ഒരു? പറഞ്ഞ പോലെ തന്നെ PSC ഇപ്പം ലിസ്റ്റിലുള്ളവർക്ക് പോലും ജോലി കിട്ടുന്നില്ല. ഓക്കെ. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്? ഇപ്പോഴത്തെ ഇങ്ങനത്തെ അവസ്ഥയിലാണ്. എന്ത് ചെയ്താൽ നമുക്ക് ഈ ഒരു അവസ്ഥ മറികടക്കാൻ പറ്റും? കുറച്ചും കൂടെ വേക്കൻസീസ് ഒക്കെ കൂട്ടാം ആൾക്കാർ. അപ്പൊ അങ്ങനെ അതാകുമ്പോൾ കുറച്ചും കൂടെ എക്സാംസ് കൂട്ടാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പം കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. എന്ത് ജോബ് ചെയ്യാനാ താല്പര്യം? എനിക്ക് നേവി. അപ്പൊ നിങ്ങൾ എല്ലാവരും അത്യാവശ്യം നേവി അങ്ങനെ സ്പോർട്സ് പരമായിട്ടുള്ള നിങ്ങൾ മൂന്നുപേരും ഫ്രണ്ട്സാ? എവിടെന്നാ വരുന്നത് മൂന്നുപേരും? ഞാൻ എൻ്റെ വീട് വീരണകാവാണ്, കാട്ടാക്കട വീരണകാവ്. പൊഴിയൂർ കാട്ടാക്കട. ഓക്കെ. എത്ര നാളായി കോച്ചിങ് സെന്ററിൽ? ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു മാസമായി. അപ്പൊ നിങ്ങൾ ഈ ഒരു നാവിയിലോട്ട് ജോലി വേണമെന്ന് ആഗ്രഹിച്ച് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ് അല്ലേ? ഓക്കെ, എനിവേ ഓൾ ദ ബെസ്റ്റ്.